അന്താരാഷ്ട്ര നിലവാരമുള്ള ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങളോടെ കായംകുളം കരിയിലക്കുളങ്ങരയിൽ ആരംഭിച്ച എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളം രാജ്യത്തെ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങളുള്ള ഇടമായി മാറിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര നിലവാരത്തിൽ ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങളുമായി കായംകുളം കരിയിലക്കുളങ്ങരയിൽ ആരംഭിച്ച എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ നാടിന് സമർപ്പിച്ചു. ആശുപത്രിയുടെ പ്രവർത്തനോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. അമേരിക്കയെ കവച്ചുവെക്കുന്ന തരത്തിൽ നവജാത ശിശുമരണ നിരക്കിൽ കുറവുള്ള കേരളം രാജ്യത്തെ ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കുന്ന സ്ഥലമായി മാറിയിട്ടുണ്ടെന്നും സർക്കാർ സ്വകാര്യ സഹകരണ ആശുപത്രികൾ ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ചു പോരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായി അറിയിക്കട്ടെ. കായംകുളത്തും സമീപ പ്രദേശങ്ങളിലുള്ളവർക്കുമെല്ലാം നല്ല രീതിയിൽ ആരോഗ്യ സേവനം ലഭ്യമാക്കുന്നതിന് ഈ സ്ഥാപനം ഉതകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങളും AI പിന്തുണയുള്ള മെഡിക്കൽ ഉപകരണങ്ങളും അത്യാധുനിക ചികിത്സാ വിഭാഗങ്ങളുമൊക്കെ ഇവിടെ ഒരുക്കുന്നതിനായിട്ടുണ്ട്. നമ്മുടെ ആശുപത്രിയുടെ നേതൃത്വം വഹിക്കുന്നത് പ്രവാസി വ്യവസായി കൂടിയായ ശ്രീ KD ഗോപാലകൃഷ്ണനാണ്. നേരത്തെ തന്നെ വിവര സാങ്കേതിക വിദ്യാരംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ നടത്തിയ പല സ്ഥാപനങ്ങളുടെയും സാരഥ്യം വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിലൂടെ ലഭിച്ച അനുഭവ സമ്പത്ത് ഇതിനെല്ലാം മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആരോഗ്യ പരിപാലനം കൂടുതൽ ശ്രദ്ധയോടെ നടക്കണമെന്നാണ് നമ്മുടെ നാടാകെ ആഗ്രഹിക്കുന്നത്. കേരളത്തില് ഏറ്റവും നല്ല രീതിയിൽ ചികിത്സ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് നാടും സർക്കാരും എല്ലാം ഏർപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കുറഞ്ഞ ചെലവിൽ ആധുനിക ചികിത്സാ സൗകര്യം ലഭ്യമാക്കാൻ കഴിയുന്ന സംസ്ഥാനം എന്ന ഖ്യാതി ഇതിനകം തന്നെ നാം നേടിയിട്ടുണ്ട്. ആരോഗ്യരംഗത്തെ മറ്റ് വിശദമായ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ കടക്കുന്നില്ല. നമ്മുടെ നാടിന്റെ ആരോഗ്യരംഗത്തിന്റെ മികവ് തെളിയിക്കുന്ന ഒന്നാണ്. രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം നിൽക്കുന്നു നവജാത ശിശുക്കളുടെ മരണത്തിൽ. എന്നാൽ രാജ്യത്തിന്റെ താരതമ്യം മാത്രമല്ല, നമുക്കറിയാലോ, ലോകത്ത് അമേരിക്കയാണല്ലോ ഇത്തരം കാര്യങ്ങളിൽ വലിയ സമ്പൽ സമൃദ്ധം എന്ന് നാം പലരും കരുതുന്നത്. അമേരിക്കയില് 5.6 നമ്മുടെ കേരളത്തിന്റെ നവജാത ശിശുമരണ നിരക്ക് 5. അപ്പോ അമേരിക്കയെ കവച്ചു വെക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സർക്കാർ ആശുപത്രികൾ മാത്രമല്ല, കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളും സഹകരണ ആശുപത്രികളുമെല്ലാം വലിയ പങ്കാണ് വഹിക്കുന്നത്. ആ കൂട്ടത്തിൽ നല്ല ഒരു സ്ഥാപനം കൂടി വരുന്നു എന്നത് നല്ല കാര്യമാണ്. നമ്മുടെ ആളുകൾക്കത് വലിയ ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വൈകിപ്പോയതുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങൾക്ക് പലർക്കും അറിയാം, ഇനിയൊരു പരിപാടി കൂടി കഴിഞ്ഞിട്ട് വേണം ആലപ്പുഴയിലേക്ക് പോകാൻ. അതുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. ഹൃദയ ചികിത്സ, അടിയന്തര ശുശ്രൂഷ, ട്രോമ പരിചരണം, ക്രിട്ടിക്കൽ കെയർ, റേഡിയോളജി, ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി, ENT, ഓർത്തോപീഡിക് ആൻഡ് ഓർത്തോ സർജറി, ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഗ്യാസ്ട്രോ സർജറി, നെഫ്രോളജി, എൻഡോക്രിനോളജി, ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി, ജനറൽ മെഡിസിൻ, പീഡിയാട്രിക് വിഭാഗം, ഒബ്സ്റ്ററ്റിക് ആൻഡ് ഗൈനക്കോളജി, ന്യൂറോളജി, ശ്വാസകോശ രോഗം, ചർമ്മരോഗം, നേത്ര ചികിത്സ, ഡെന്റൽ മാക്സിലോഫേഷ്യൽ, അനസ്തീഷിയോളജി, മാനസിക ചികിത്സ എന്നീ വിഭാഗങ്ങളുമായാണ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. 500 കിടക്കകളുടെ സൗകര്യമുള്ള ആശുപത്രിയാണ്
തുടങ്ങിയിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ പുതിയൊരു ആശയം വന്ന് നമ്മുടെ നാട്ടിലില്ലാത്തതാണ് ഒരു ഹോസ്പിറ്റൽ. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റിക്ക് ഞാൻ രൂപം കൊടുത്തു. സാമ്പത്തികമായിട്ട് എൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ബാങ്കിൽ നിന്ന് ലോണൊന്നും എടുക്കാറില്ല. സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുന്നു, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു സിസ്റ്റമായിരുന്നു എനിക്കുള്ളത്. അത് ബാങ്ക് ഓഫ് ബറോഡയുടെ GM ഇരിപ്പുണ്ട്, അദ്ദേഹം അതിശയിക്കുന്നുണ്ടാകാം. അങ്ങനെ മറ്റ് ബാധ്യതകളില്ലാതെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിർമ്മിക്കണം നമ്മുടെ നാട്ടിലേക്ക് എന്നെനിക്ക് ആഗ്രഹമുണ്ടായി. അതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. അതിനിടയിൽ പല അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഇറാൻ വാർ യുദ്ധം വന്നിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനത്തിൽ ഈ എക്കണോമി എങ്ങനെ താഴ്ന്നും പൊങ്ങിയൊക്കെ നിൽക്കും അല്ലേ സാർ? അപ്പോൾ അതിനെയൊക്കെ ചില സമയത്ത് നമ്മൾ ബിസിനസ്സിലായാലും ലൈഫിലായാലും എപ്പോഴും കുറച്ച് ഉയർച്ചയുണ്ട്, പിന്നെ ഒരു താഴ്ചയുണ്ട്. അങ്ങനെയാണ് ജീവിതം ഞാൻ കണ്ടത്. നിങ്ങളുടെ അനുഭവം എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ അനുഭവം പറയാണ്. പക്ഷേ എന്താണ്, നമ്മൾ താഴ്ചയുണ്ടെങ്കിൽ നമ്മൾ ഇതാകാൻ പാടില്ല. ഇങ്ങനെ അത് ഒരിടാട്ടോ അല്ലെങ്കിൽ നമ്മൾ കൺസേണായിട്ടോ അല്ലെങ്കിൽ ഭയപ്പെടാനോ പാടില്ല. നമ്മളൊരു ആത്മധൈര്യം ആവശ്യമുണ്ട്. അഡ്വക്കേറ്റ് പ്രതിഭ MLA അധ്യക്ഷയായി. മന്ത്രി സജി ചെറിയാൻ, നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല, ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ്, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D. അംബുജാക്ഷി, പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L. ഉഷ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, സാംസ്കാരിക സാമൂഹ്യ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ വിപുലമായ പരിപാടികളോടെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് എൽമെക്സ് മാനേജിംഗ് ഡയറക്ടർ KD ഗോപാലകൃഷ്ണൻ, ഡെപ്യൂട്ടി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കിരൺ രഘുനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.